പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം നേകം തന്നെ ആമേൻ. തിരുമേനി, കഴിഞ്ഞ 9 വർഷത്തോളമായി എന്നെപ്പോലുള്ള സഭാ മക്കള് രാവിലെ കേട്ടുണരുന്നത് പലപ്പോഴും അങ്ങയുടെ തിരുവചന പ്രഘോഷണം ശ്രവിച്ചിട്ടാണ്. ഈ ഒരു ഇന്നേ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് 3000-ഓളം എപ്പിസോഡുകൾ കടന്നു കഴിഞ്ഞ് നിൽക്കുന്ന ദിവസമാണെന്ന്. തിരുമേനിക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. ഏറ്റവും വലിയ സംഭവം ഇതൊരു ദൈവാനുഗ്രഹമായി കുറവുള്ളവനാ മോശത്തേക്കാൾ കൂടിയാണ്. എനിക്ക് കൊണ്ട് ചെയ്യിച്ചല്ലോ എന്നൊരു ചിന്ത മാത്രമേ ഒരു ആത്മീയ സന്തോഷം വലുത്. തീർച്ചയായും തിരുമേനിക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. മുന്നോട്ടും ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ ഞങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമേനി, അതോടൊപ്പം ഇതിൻ്റെ ഒരു തുടക്കം തിരുമേനിക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രചോദനം ഉണ്ടായത്? ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. ശരിക്കും പറഞ്ഞ വാട്സപ്പ് ഒന്നും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഒരു രാഷ്ട്രീയ ചെറുപ്പക്കാരനാണ് അതിനൊരു നിർബന്ധ ബുദ്ധി കാണിച്ചത്. തുടങ്ങി അതിന് കടന്നുവെങ്കിലും ഓരോ വാക്യം അയക്കാമെന്ന് ചിലർ എന്നോട് പറഞ്ഞു. പക്ഷേ 2016 നോമ്പ് 50 നോമ്പ് തുടങ്ങുന്ന ആ തിങ്കളാഴ്ച ഗൾഫിൽ നിന്ന് 2-3 പേര് വിളിച്ചവർ സങ്കടം. അതായത് സഭയ്ക്ക് ഒറ്റപ്പെട്ട് പാർക്കുന്ന സ്ഥലങ്ങളിൽ ചെറുപ്പക്കാരെ കുറിച്ച്, പാവപ്പെട്ട പിള്ളേരെ കുറിച്ച് ചിന്തയില്ല. തിരുമേനിമാർക്കും തിരക്കുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ മകനെ കുറ്റപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ അച്ഛന്മാർക്കും തിരക്കാം എന്ന് പറഞ്ഞു. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് ഞാൻ യൂത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അവസാന വർഷങ്ങളാണ്. പിറ്റേ, അതായത് 50 തുടങ്ങുന്ന ദിവസമാണ് അത്. 2016 ഫെബ്രുവരി 8-ാം തീയതി, 15-ാം തീയതി തിങ്കളാഴ്ച ഞാൻ ആദ്യത്തെ പ്രസംഗം നടത്തി. അപ്പോൾ 2 ദിവസം മുമ്പ് വിളിച്ചവരോടെല്ലാം പറഞ്ഞു, തിങ്കളാഴ്ച ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് തുടങ്ങുന്നത് 50 നോമ്പ് തീരുന്നത് വരെയെങ്കിലും ഉണ്ടാവും സങ്കീർത്തനത്തെ. അങ്ങനെയാണ് തുടക്കം. ഇന്നിപ്പോ 9 വർഷത്തോളമായി ഒരു തടസ്സവുമില്ലാതെ തിരുമേനി തുടർന്നുകൊണ്ട് വരുന്നു. ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷമാണ്. തിരുമേനി, ഇത് ഇപ്പോഴുള്ള ശ്രോതാക്കൾ പ്രധാനമായിട്ട് ഇപ്പം വാട്സാപ്പ് വഴി ഒരു ശബ്ദ സന്ദേശമായിട്ടാണല്ലോ വരുന്നത്. ഇത് എത്ര ആൾക്കാർ ശ്രവിക്കുന്നുണ്ട് എന്നൊരു ധാരണ നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അത് ഡിലീറ്റ് ആയിട്ട് പോകുന്നു. പിന്നെ ആരാ അതിനകത്തുണ്ടായിരുന്നു നോക്കാൻ വലിയ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അത് ഇതുപോലെ ദേവാത്മാവ് തോന്നിക്കുന്ന പറയുന്നത്, പിന്നെ എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? അത് ഗ്രൂപ്പാക്കി 4 ഗ്രൂപ്പാക്കി ഏകദേശം ഒരു 2500-3000 പേർക്ക് അയക്കുന്നുണ്ട്. പിന്നെ കുറെ പേർക്ക് ഒറ്റയ്ക്കായിട്ട് അയക്കുന്നു, ചിലർക്ക് പേരില്ല. അതെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന, വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, തിരുമേനി അയച്ചു കൊടുക്കുന്നതല്ലാതെ മറ്റു പല ഗ്രൂപ്പുകളിൽ ഇത് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. എനിക്കത് അതല്ലാതെ കിട്ടുന്നുണ്ട്. വേറെ നമ്മുടെ സഭയുടേതായ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. തിരുമേനി ഇപ്പൊ പറഞ്ഞതുപോലെ നവമാധ്യമങ്ങളിലൂടെ ഒരു സുവിശേഷ വേല എന്നത് തരത്തിലാണ് ഞാനിതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾക്ക് ഇതിനെക്കുറിച്ചൊരു എന്താ പറയുക, നമുക്കിതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും അനാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കുകയും അനാവശ്യമായി ഇതിലേക്ക് പോസ്റ്റുകൾ ഇടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു തരത്തിലല്ല തിരുമേനി ഇത് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ ഇഷ്ടത്തോടെ കാണുന്നു. അതിനൊരു നന്ദിയും തിരുമേനിയോട് അർപ്പിക്കുകയാണ്. തിരുമേനി, ഇതില് നമ്മള് വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ ആ ഒരു രീതിയിലാണോ, അതോ തിരുമേനി ആദ്യമേ സങ്കീർത്തനങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു, അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രമീകരണം? അതും ഗൾഫിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത ഒരു ചെറുപ്പക്കാരൻ, ആരും പേര് പറയാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തിരുമേനി അത് വേദപുസ്തകം ആദ്യം പറഞ്ഞു തരുന്നു, അപ്പൊ ഞങ്ങൾക്കും പഠിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ ഉൽപ്പത്തി തൊട്ട് തുടങ്ങിയിട്ട് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു. യെരമ്യായുടെ പ്രവചനം വന്നപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ പുതിയ നിയമത്തിലേക്ക് പോയി. അത് പല കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. യെരമ്യായുടെ പ്രവചനത്തിലെ പ്രസംഗങ്ങളെല്ലാം
വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു. ഇങ്ങനെയാണുള്ള വാക്കുകൾ. അതെ. അത് പലപ്പോഴും ഒത്തിരി നിരൂപണങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് മെല്ലെ തൽക്കാലം വേണ്ട, അതിനകത്ത് വെള്ളം ചേർക്കാൻ എനിക്ക് ഒക്കില്ല ദൈവജനത്തിൽ. തീർച്ചയായും തീർച്ചയായും. തിരുമേനി ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് ഉദയനാദം എന്ന പേരിലാണ് തിരുമേനി ആദ്യമേ ഇത് തുടങ്ങിയത്. ആ പേരിലൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 4 വോളിയം സങ്കീർത്തനത്തെ കുറിച്ചുണ്ട്. പിന്നെ അതിനേക്കാൾ മുമ്പ് എൻ്റെ പഴയ യൂത്തിലെ പ്രസിഡന്റായിരുന്ന കാലത്തുള്ള ലേഖനങ്ങളെല്ലാം ചേർത്ത് കരിങ്ങാട്ടിലച്ഛൻ എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകം ഹൃദയതാളം എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഉദയനാഥൻ 5 സ്ത്രീ സമാജത്തിന് 4 പുസ്തകം. അതെല്ലാം അമ്മച്ചിമാർക്ക് ഇഷ്ടപ്പെട്ട. എൻ്റെ വളരെ സിമ്പിൾ ആണെന്നാണ് പറയുന്നത്. തീർച്ചയായും തിരുവേനിയുടെ സന്ദേശം ഞങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു തരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുള്ളത്. തിരുമേനി ഇത് ഇത്രയും കാലം കൊണ്ടുപോകും ദീർഘമായ ഒരു കാലയളവാണ്. 3000 ദിവസം ഇടതടവ് കൂടാതെ ചെയ്യാന്നുണ്ട്. ഇപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമുക്കുള്ള ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? തടസ്സങ്ങൾ നമ്മുടെ ഒഴിവാക്കി തന്നു. ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കൊല്ലഞ്ചേരി ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു, ഒരു ചെറിയ ഓപ്പറേഷനോട് ബന്ധപ്പെട്ട്. പക്ഷെ അന്ന് കൂടിയിരുന്ന അച്ഛൻ, നേരത്തെ ഞാൻ ഒന്നും ഓർക്കാതെ ചെയ്തതാണ്, അങ്ങനെ കിടക്കേണ്ടി വരുന്ന വിചാരിച്ചില്ല. പക്ഷെ ആ അച്ഛൻ അത് മാനേജ് ചെയ്തു. അന്ന് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. പക്ഷെ പാവം കഷ്ടപ്പെട്ട് അത് നോക്കിയെടുത്ത് എല്ലാവർക്കും അയച്ചു. തിരുമേനി തയ്യാറാക്കി വെച്ചിരുന്നത് അദ്ദേഹം അയച്ചു. തീർച്ചയായും തിരുമേനി ഞങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ തീർച്ചയായും ആത്മീയമായ ഒരു ഉണർവ് ലഭിക്കുകയും അറിവ് നേടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും എനിക്ക് അറിയില്ല, അത് ചോദിക്കാൻ പാടണമെന്ന് അറിയില്ല. എന്നാലും തിരുമേനിക്ക് വ്യക്തിപരമായി ഈ ഒരു സുവിശേഷ പ്രവർത്തനം ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിൽ തിരുമേനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഒരു നേട്ടം ഉണ്ടായതായിട്ട്? എനിക്കുള്ള നേട്ടം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒത്തിരി വേദന സമയം. പക്ഷേ ഡെയിലിയുള്ള പ്രശ്നം ഉണ്ടാക്കണം. അത് ഞാൻ ഇത് എഴുതി ഉണ്ടാക്കി ശരിക്കും ചിലപ്പോൾ ചമ്മന്മാരാണ്ട് അവരോട് പറഞ്ഞു കൊടുത്ത് എഴുതി. എന്നാലും ടാബിനകത്ത് എല്ലാം ടൈപ്പ് ചെയ്ത് അവരതിനകത്ത് ടൈപ്പ് ചെയ്തു. സ്പീഡ് കുറവല്ലേ, വയസ്സായില്ലേ. അതുകൊണ്ട് ആ ഒരു ചമ്മന്മാർ എപ്പോഴും കിട്ടും. ചിലപ്പോൾ കിട്ടുമ്പോൾ അവരൊക്കെ വലിയ സേവനം ഉപയോഗിക്കും. ബുദ്ധിമുട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിൻ്റെ വചനമായതുകൊണ്ട് ഒരു ദിവസം പോലും ദൈവമേ ഇതൊരു വലിയ ശല്യമാണെന്ന് തോന്നരുതെന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റും. ചിന്തിക്കണ്ടേ? തീർച്ചയായും തീർച്ചയായും. തിരുമേനി അതുപോലെ തന്നെ നമ്മൾ ഈ തിരുമേനി ഈ ഒരു തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ എനിക്ക് തോന്നുന്നു വളരെ ക്രമീകൃതമായ രീതിയിൽ ഒരു പഠനം നടത്തിയതിന് ശേഷം മാത്രമേ, ഇപ്പം 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഓഡിയോ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇത് ലഭിക്കുന്നതെങ്കിലും അതിന് പിന്നിൽ ഒരു വലിയ ഹോംവർക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. അല്ലാതെ അത് തയ്യാറാവാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സമയമെടുത്ത് അതിനു വേണ്ടി മെനക്കെട്ട് ചെയ്യുമ്പോൾ തിരുമേനി ഈ വേദപുസ്തകത്തെ മനസ്സിലാക്കുന്നതിൽ നേരത്തെ ഉണ്ടായിരുന്നതിലും എന്തെങ്കിലും വ്യത്യാസം തിരുമേനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് ഒന്നാമത് നമ്മളൊക്കെ വായിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഹൃദയസ്ഥമാകില്ല. ഇത് കാണാപ്പാടം പഠിക്കുന്ന പോലെ അത് ഉള്ളിൽ തന്നെ അങ്ങനെ കിടക്കും. പ്രായമായിട്ട് പോലും പലതും പഴയ കാര്യങ്ങൾ പഴയ നിയമത്തിൽ ഇപ്പം ഞാൻ പുസ്തകം 8ാമത്തെ പുസ്തകം ഇറക്കാൻ പോകും. 4 പുസ്തകങ്ങളെല്ലാം കൂടെ പുസ്തകം കൂട്ടിയിട്ടുണ്ട്. അപ്പം അത് പ്രൂഫ് റീഡ് ചെയ്തപ്പോൾ അതെനിക്ക് പ്രത്യേകിച്ച് ബോധ്യപ്പെട്ടു. അതെല്ലാം നന്നായിട്ട് ഓർക്കുന്നു. അതൊരു വലിയൊരു ആഴമായ അറിവ്. തീർച്ചയായും. തിരുമേനി ഇതുപോലെ ഈ ഒരു പ്രവർത്തനത്തിൽ തിരുമേനിക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത് പ്രോത്സാഹനങ്ങൾ, ഞാൻ സഹായം എന്നല്ല വാക്കല്ല, സെമിനാറിലെ ചില അച്ഛന്മാർ വളരെ കാര്യം, ഞാൻ എല്ലാവരുടെയും പേര് പറയാത്ത, പിന്നെ തിരുമേനിമാർ ചിലത് വളരെ എന്നെ കുറ്റം പറഞ്ഞപ്പോഴും ചില തിരുമേനിമാർ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു തുടക്കം മുതലേ പറയുന്നു. അത് വലിയൊരു സഹായമാണ്. ഒത്തിരി ചെറുപ്പക്കാർ അവരാണ് കൂടുതൽ ഇതിന്റെ ശ്രോതാക്കളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരും പ്രായമായവരും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ദൂരത്തിലൊക്കെ ഒത്തിരി ദൂരെ ഇതിന് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് പള്ളിയില്ലാത്ത സ്ഥലം, നമുക്ക് കൂടി വരാൻ പറ്റാത്ത അവിടെ രക്ഷകർത്താക്കൾ ഇത് ഓഡിയോ മാത്രമല്ലേ ഉള്ളൂ, വീഡിയോ അല്ലല്ലോ. അതങ്ങ് അയച്ചു കൊടുത്താൽ 3 മിനിറ്റ് 1.5 മിനിറ്റ് തൊട്ട് ചിലപ്പോൾ 4 മിനിറ്റ് വരെ വരും.
ഇനിയിപ്പോൾ ഈ 3000 എപ്പിസോഡുകൾ തീർന്നതിന് ശേഷം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു പുതിയ ദിവസത്തിൽ യൂട്യൂബ് ചാനൽ വഴിയായി ഇത് സംപ്രേഷണം ചെയ്യുന്നതായിട്ട് തീരുമാനിച്ചതായി മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വാട്സാപ്പ് മെസ്സേജായി പോകുന്നതിനോടൊപ്പം തന്നെ യൂട്യൂബിലും ഇത് ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ചാനലിൻ്റെ പേരെന്താണ്, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അതേ ഈ ചാനൽ കൂടെ എടുക്കുന്നെങ്കിലും ഞാൻ അയക്കുന്നത് ഓഡിയോ മാത്രമേ ഉള്ളൂ. ചാനൽ ഇടുന്ന പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പലരും പറയുന്നത് കൊണ്ട് യൂട്യൂബിൽ ഇടുന്നതാണ്. ഞാനത് ആദ്യത്തെ പേര് ഉദയനാഥം. ആ ഉദയനാഥം എന്ന് പറയുന്നതായ ആ പ്രസംഗ പരമ്പര ദിവ്യ സന്ദേശം എന്ന യൂട്യൂബ് ചാനൽ. ദിവ്യ സന്ദേശം, തീർച്ചയായും ദിവ്യ സന്ദേശം എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്. അപ്പം തിരുമേനി, ഇത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തിരുമേനി അടുത്ത് ഞാൻ പലപ്പോഴും ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ വാട്സാപ്പ് വഴി വന്ന് പോകുകയാണ് ഈ പലപ്പോഴും സംഭവിക്കും. ഇത് എവിടെയെങ്കിലും ഒരിടത്ത് ശേഖരിച്ചു വെക്കുക ആണെങ്കിൽ അത് പിന്നീട് എന്റെ ബുദ്ധിയല്ല, അത് എന്റെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിയാണ്. തീർച്ചയായും അത് എനിക്ക് തോന്നുന്നത് വളരെ ഉപകാരപ്രദമായ കാര്യം. ഒരു പ്ലേലിസ്റ്റ് പോലെയൊക്കെ തയ്യാറാക്കി ഇത് നമ്മൾ കൊടുക്കുമ്പോൾ അത് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കാനും ഒക്കെ ധ്യാനിക്കുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തിരുമേനി, നമ്മൾ ഇന്നിപ്പം ഞങ്ങളോടൊപ്പം കുറച്ചു നേരം സംവദിക്കാനായി സമയം ലഭിച്ചു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുമേനി, ഇത് ഇന്ന് ഞങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയതിന് ശേഷവും ഇതുവരെയുള്ള മെത്രാപ്പൊലീത്തയായതിനു ശേഷം എല്ലാ കാര്യവും ദൈവം ചിന്തിക്കാതെ ഒരു കാര്യം നടക്കില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ ഒക്കില്ല. അത് വലിയ സംഭവമാണ്. നിൻ തിരുമനസ്സിനെ ഞാനതിനെ ചെയ്യുവാനായിരുന്നില്ല. അത് കൂടുതൽ ബോധ്യം വരികയായിരുന്നു ഇതിലൂടെ. അതായത് ദൈവത്തിൻ്റെ തിരുമനസ്സറിനെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു. ദൈവം തമ്പുരാൻ ഒപ്പം ഉണ്ട് എന്ന് തോന്നുന്നു. അതിന് ഉദാഹരണം ചിലപ്പോൾ പറഞ്ഞാൽ, ഈ ചില ദിവസം പ്രസംഗം പറയാനൊന്നും കിട്ടില്ല, സങ്കടപ്പെട്ടിട്ട് ദൈവമേ എന്തുവെന്നാണ് പറയുന്നത്. ഇപ്പോൾ 4 മണിക്ക് ഇറക്കിയാലേ വെക്കൂ, തലേദിവസം 4 മണി. അപ്പോൾ നാളത്തെ മെസ്സേജ് ഇന്ന് ഞാൻ അയച്ചു ഫാറസ്റ്റിന്. അപ്പോൾ 4 മണിക്ക് ഫാറസ്റ്റിനേക്കും, കാലത്ത് 5 മണിക്ക് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും, മറ്റു ഗൾഫിലയക്കും, പിന്നെ വൈകിട്ട് 4 മണിക്ക് അമേരിക്കയ്ക്ക്. അപ്പോൾ നേരം വെളുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും വ്യത്യാസം. അപ്പോൾ ചിലപ്പോൾ ഒക്കെ എനിക്ക് വലിയ വേദന, പക്ഷെ ആ വേദനയെല്ലാം മാറ്റി ശക്തി നൽകി എന്നെ നടത്തി എന്നതാണ് യഥാർത്ഥ വിശ്വാസം. അതെല്ലാവർക്കും വിശ്വസിക്കാവുന്നതാണ്. ദൈവാശ്രയബോധത്തോടെ മാറാത്തവനാണ്, നമ്മളെ താങ്ങുന്നവനാണ്. നമ്മുടെ സങ്കടങ്ങൾ ഒരപ്പനേക്കാൾ അമ്മയേക്കാൾ അടുത്ത് നിന്നറിയുന്ന എൻ്റെ ദൈവം എന്നും കൂടെയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കൊരു പ്രാർത്ഥന മാത്രം, അവസാനം വരെ ഈ വചനം പറയാൻ എൻ്റെ ദൈവമേ കാക്കണമേ. ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് വാട്സാപ്പിലൊക്കെ ഇപ്പോഴും അഭിനന്ദനം അറിയിക്കേണ്ട. നിങ്ങളത് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ.